തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഡിയർ സഫാരി പാർക്ക് നിർമ്മാണ ഉദ്ഘാടനം നടത്തി. സുവോളജി പാർക്കിൽ ഓറിയന്റേഷൻ കൺവെൻഷൻ സെന്ററിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് തൃശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ മാറ്റുന്നതോടൊപ്പം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഉൾപ്പെടെ കൂടുതൽ മൃഗങ്ങളെ എത്തിക്കുന്ന നടപടികളാണ് അതിവേഗം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാൻ സഫാരി പാർക്ക് കൂടി സ്ഥാപിക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. പാർക്കിന്റെ ആദ്യഘട്ടം പണികൾ തുടർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഡിയർ സഫാരി പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ ആർ അടലരശൻ IFS സ്വാഗതം പറഞ്ഞു. സ്പെഷ്യൽ ഓഫീസർ തൃശൂർ സുവോളജിക്കൽ പാർക്ക് KJ വർഗീസ് IFS റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുഖ്യാതിഥിയായി ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ഒല്ലൂക്കര ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, ഒല്ലൂക്കര ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, പുത്തൂർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, പുത്തൂർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, പുത്തൂർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, 3-ാം വാർഡ് മെമ്പർ സുജിത് അർജുനൻ, മെമ്പർ ധന്യ ബിജു എന്നിവർ സന്നിഹിതരായി. സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ BL നാഗരാജ് IFS നന്ദി പ്രഭാഷണം നടത്തി. സന്ദർശകർക്ക് സൗഹൃദമാക്കുന്നതിലേക്ക് നൂതനമായ പല പുതിയ പദ്ധതികളും പാർക്ക് തുറക്കുന്നതോടൊപ്പം നിലവിൽ വരുത്തുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാരും വനം വകുപ്പും. സുവോളജിക്കൽ പാർക്കിൽ മൃഗങ്ങളെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കുവാൻ സൗകര്യമുണ്ടെങ്കിലും ഇവ വന്യജീവികളായതിനാൽ അടുത്തേക്ക് പോകാൻ സാധിക്കുകയില്ല. എന്നാൽ കുട്ടികൾക്കും മറ്റും അടുത്തു ചെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പെറ്റ് സൂ സ്ഥാപിക്കുകയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സന്ദർശകർക്ക് വിവിധ ഭൂഖണ്ഡങ്ങളിലെ വന്യജീവികളുടെ കൂടെ സഞ്ചരിക്കുന്ന പ്രതീതി ഉളവാക്കുന്ന ഒരു മായാലോകം വെർച്വൽ സൂ സംവിധാനം ചെയ്യുന്നു. പാർക്കിൽ വരുന്ന കുട്ടികൾക്ക് യാത്ര ചെയ്യുവാനും അതിനിടയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങളെ കാണാനും മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും അതുമായി ബന്ധപ്പെട്ട് ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ വല്ലാത്തൊരു അനുഭവം സാധാരണ നിലയിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വെർച്വൽ സൂ സുവോളജിക്കൽ പാർക്കിൽ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. 2 തരം സഫാരികൾ ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതിൽ ആദ്യഘട്ടമാണിത്. ഇവിടെ ഇപ്പോൾ ആദ്യം വരുന്ന വിവിധ തരത്തിലുള്ള മാനുകളെ പാർപ്പിക്കാനുള്ള കൂടുകൾ പോലത്തെ സംവിധാനങ്ങൾ ആദ്യം ഇവിടെ അദ്ദേഹം ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ പിന്നെ ഇന്നത്തെ കേരള സംസ്ഥാനത്തിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പദ്ധതികളും നടപ്പിലാക്കാനായിട്ട് തുടക്കം വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിലാണ് സഫാരി പാർക്ക്. മാനുകളുടെ സഫാരി പാർക്കിൻ്റെ നിർമ്മാണം അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒട്ടും ഭേദം വരുത്താതെ അവരെങ്ങനെയാണോ ജീവിച്ചു പോരുന്നത് ആ സാഹചര്യത്തിൽ ഉൾപ്പെട്ട ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ന് സൂ മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സഫാരി പാർക്കും കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഉണ്ടാകുന്ന ഒട്ടേറെ മാറ്റങ്ങൾക്ക് നമ്മൾ മുന്നിൽ കാണുകയാണ്. വളരെ സന്തോഷത്തോടെ കൂടിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. 10 വർഷക്കാലം രാജേട്ടൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് നമ്മുടെ ഈ സൂവിൻ്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായി അവലോകനം നടത്തിക്കൊണ്ടും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും ഗ്രാമപഞ്ചായത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായ പങ്കുവഹിച്ച ബഹുമാനപ്പെട്ട MLA ഈ അവസരത്തിൽ പ്രത്യേകം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുന്നു എന്ന് സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ഒരു ചെറിയ ചടങ്ങ് നടത്തി സൂ സഫാരിക്കാനുള്ള തുടക്കം കൊടുത്തത്. സുവോളജിക്കൽ പാർക്കിൽ ഓരോ ദിവസം ചെല്ലുന്തോറും കാണാത്ത വിസ്മയങ്ങളുടെ ഒരു പറുദീസ തന്നെ നമ്മൾ അന്വേഷിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സൂ സഫാരി നമ്മൾ ആരംഭിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ തന്നെ വെർച്വൽ സൂവിൻ്റെയും സെപ്റ്റംബർ മാസത്തോടെ വിദേശത്തു നിന്ന് വരുന്ന മൃഗങ്ങളുടെ ഒരു ധാരണ കരാറൊപ്പിട്ട് ആ നിലവാരത്തിലേക്ക് പോകാം എന്ന് നമ്മൾ കരുതുന്നു.
തൃശ്ശൂരിലെ മൃഗങ്ങളെയും പക്ഷികളെയും പൂർണ്ണമായിട്ടും ഈ മാസം തന്നെ കൊണ്ടുവന്ന് തീർക്കാനുള്ള ലക്ഷ്യമാണ് നമ്മൾ വച്ചിട്ടുള്ളത്. കർണാടകയിൽ നിന്ന് പുതിയ തരം ആനകൾ ഉൾപ്പെടെ 246 വിവിധ ഇനങ്ങളിൽപ്പെട്ട പക്ഷികളും മൃഗങ്ങളും ഒക്കെ വരാനുള്ള തയ്യാറെടുപ്പിലായി കഴിഞ്ഞു. അതിൻ്റെ ഭാഗം വളരെ ഒരു തരത്തിലും നടക്കാൻ പറ്റാത്തൊരു പദ്ധതിക്ക് മാറി മാറി ജനപ്രതിനിധികളൊക്കെ തറക്കല്ലിട്ടും ആഘോഷം നടത്തിയും വേണ്ട. ആദ്യഘട്ട നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചു തന്നെ അന്നത്തെ MLAയും പഞ്ചായത്ത് പ്രസിഡന്റുമായ ഞങ്ങൾ ഇരുവരും ചേർന്ന് പറഞ്ഞതാണ്, ഒരു കാരണവശാലും ഇനി ആരംഭിക്കാൻ പോകുന്ന പരിപാടികൾക്ക് ആർഭാടമായിട്ടുള്ള ഉദ്ഘാടനങ്ങൾ ഉണ്ടാകില്ല. ഫിനിഷിങ്ങിന് മാത്രമേ ഇതൊരു ഔപചാരികമായ തുടക്കം കൊടുക്കും. വീടിന് പാല് കാച്ചും ഒരു പുതിയ പരിസരത്ത് നമ്മുടെ നാടാകെ മാറാൻ വേണ്ടി പോകും. വഴികളും BMBC ആവുക. അതിൻ്റെ ഭാഗമായിട്ട് മൂക്കനിക്കരയിൽ നിന്ന് കൈലൂർ വഴി പാലത്തിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേരുന്ന വഴി ഇപ്പോൾ ടെൻഡർ സ്റ്റേജിലായി. ടെൻഡർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് വേണം ആരംഭിക്കാൻ. പക്ഷെ സുവോളജിക്കൽ പാർക്കിൽ നിന്ന് ഒരു നിയോജക മണ്ഡലത്തിലെ MLAക്ക് ഏതു കാര്യത്തിൽ സാധാരണ നിലയിൽ കുട്ടികളുടെ താല്പര്യവും മുതിർന്നവരുടെ താല്പര്യവും വ്യത്യസ്തമായി. മുതിർന്നവരുടെ താല്പര്യത്തിന് എല്ലാ വിധത്തിലും ഉതകുന്ന വിധത്തിൽ നമ്മുടെ കാടിൻ്റെ അന്തരീക്ഷം ഉയർന്നു വരികയാണ്. ഇവിടെ നേരത്തെ വരുമ്പോൾ നിങ്ങൾക്കറിയാം, 9 വർഷക്കാലം മുമ്പ് ഞങ്ങളിവിടെ വരുമ്പോൾ പൂർണ്ണമായിട്ടും മുളങ്കാടായിരുന്നു. ആ മുളങ്കാട് പൂർണ്ണമായിട്ടും വെട്ടി കളയുമ്പോൾ ഈ വിധത്തിൽ അത് തിരിച്ചു വരിക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇവിടെ പ്ലാന്റിങ് നടന്നത് വളരെ ക്ലിയർ ആയതുകൊണ്ട് വേറെ അപകടമില്ലാത്ത വിധത്തിൽ അത് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ സൂ ക്ലിയറാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പെറ്റ്സും ഇപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനം ഈ മാസം തന്നെ ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിൽ അതിലേക്ക് പോയി. സംവിധാനം വെച്ച് കാണുന്നതല്ല, നേരെ മറിച്ച് അവർക്ക് യാത്ര ചെയ്യാനും അതിനിടയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങളെ തൊട്ടു നിന്ന് കാണാനും ആ മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും അതുമായി ബന്ധപ്പെട്ട് ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ വല്ലാത്തൊരു അനുഭവം സാധാരണ നിലയിൽ ഉണ്ടാക്കാവുന്ന. അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഞാനും സ്പെഷ്യൽ ഓഫീസറും ഉള്ളപ്പോൾ പറഞ്ഞത് 45 മിനിറ്റോളം അതിനകത്ത് യാത്ര തോന്നിക്കും വിധത്തിലുള്ള വെർച്വൽ സൂ അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അതും ഇപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി അതിൻ്റെ സൗകര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും. അതിൻ്റെ രണ്ടിൻ്റെയും ഒപ്പമാണ് ഇവിടെ ഒരു സഫാരി പാർക്ക് എന്ന് പറയുന്ന സൂ സഫാരി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക്. നേരത്തെ നെയ്യാറിൽ ലയൺ സഫാരി ഉണ്ടായിരുന്നു. അതിപ്പോൾ ആ വിധത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൽ സഫാരിയുള്ളൊരു കേന്ദ്രമായിട്ട് ഇവിടെ വരും എന്നുള്ളത് കൊണ്ട് ആളുകളെ കുറെ കൂടി